അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ ചൂടായി കിടക്കുന്ന കടായിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിന്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 2 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനെ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് വലിയ ജീരകം മൂത്തതിൻ്റെ ഒരു മണം വരും. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു നാടൻ ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വലിയ ജീരകമൊക്കെ മൂത്ത് ഒരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലികൾ ചോപ്പ് ചെയ്തെടുത്തതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ ചതച്ചെടുക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തും കൂടി ചേർക്കാം. ഒരു 10-20 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവന്ന് മാറണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കരുത്. എന്നാൽ പിന്നെ നമ്മൾ സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് അടിക്ക് പിടിക്കും. സവാള വഴറ്റി ഗോൾഡൻ ആവുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ചതച്ചാണോ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 20 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് 4 സവാള ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 3 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1-2 ഒക്കെ എടുത്താൽ മതിയാവും. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കുക. സവാളയൊക്കെ ഒന്ന് വഴന്ന് വരണം. സവാളയൊക്കെ വാടി ചെറിയൊരു ഗോൾഡൻ നിറം ആയിട്ടേ ഉള്ളൂ. ഒരുപാടൊന്നും ഗോൾഡൻ നിറം ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പില സവാള വഴറ്റുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കുക. ഞാനൊരു പച്ച കളർ മാറാതിരിക്കാനാണ് ഈ ഒരു സമയം ചേർത്ത് കൊടുത്തത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, കുറച്ച് എരിവ് കൂടി പോയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചേർക്കുന്നത് അത്യാവശ്യം ഒരു എരിവേ ഉണ്ടാവുള്ളൂ, വലിയ എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയും പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. എന്നാൽ കൂടി കുറച്ച് വലിയ ജീരകം പൊടിച്ചതൊരു 1/4 ടീസ്പൂൺ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ നമ്മൾ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. വലിയ ജീരകത്തിൻ്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. വലിയ ജീരകം നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്. വലിയ ജീരകം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വലിയ ജീരകം ചേർത്ത് കൊടുത്തത്. അപ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരയ്ക്കും ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. ചിലർക്ക് നല്ല എരിവ് വേണം, ചിലർക്ക് എരിവ് കുറച്ച് മതി. അപ്പോൾ ആ ഒരു കണക്കിന് എരിവും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂൺ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ സവാള വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തക്കാളി ചേർക്കാതെ
കെച്ചപ്പ് ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വേണമെന്ന് നിർബന്ധമില്ല, നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മല്ലിയില ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് മാറണം. ഞാനിവിടെ 8 ബണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ബണ്ണ് എടുക്കുക. ഒരെണ്ണം എടുത്തതിന് ശേഷം നമുക്ക് സ്ക്വയർ ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയും ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. ഈ ഒരു രീതിക്ക് ബാക്കിയെല്ലാം നമുക്ക് സ്ക്വയർ പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാക്കി വന്ന ബണ്ണ് നമുക്ക് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സവാള എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം വഴറ്റിയെടുത്ത് ലാസ്റ്റിൽ നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ ബണ്ണ്. പക്ഷേ അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല. ബാക്കി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ബണ്ണ് കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ബണ്ണ് എടുക്കാം. ഈ ബണ്ണിൻ്റെ ഉള്ളിൽ മസാല നിറച്ച് കൊടുക്കാം. ഈ ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുക്കാം. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുക്കുന്നത്. ഒരു മുട്ട 2ആയിട്ട് മുറിച്ചത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിക്കാണ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതുപോലത്തെ ഒരു തട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പറും റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വേണം നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു കടായി ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കടായി നന്നായിട്ട് 5 മിനിറ്റ് ചൂടാക്കി എടുത്തു. ഇനി ഇതൊന്ന് തുറന്നിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ച തട്ടില്ലേ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലത്തെ ഒരു തട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡോ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബട്ടർ പേപ്പർ ഇട്ട് വെച്ച തട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൽ എത്രയാണോ കൊള്ളുന്നത് അതിനനുസരിച്ച് വെക്കുക. അടുക്കി വെക്കരുത്, കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വെച്ച് കൊടുക്കാം. ഞാനൊരു 5 എണ്ണം വെച്ച് കൊടുത്തു. മൂടി വെച്ച് കൊടുക്കാം. ബാക്കി രണ്ടാമത് നമുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ മൂടി വെച്ച് കൊടുത്തു. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ബണ്ണ് ബേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് തൊടുമ്പോൾ തന്നെ കണ്ടില്ലേ മനസ്സിലാക്കാൻ പറ്റും, നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ബട്ടർ ഇത് വേണോ നിർബന്ധമൊന്നുമില്ല, പക്ഷെ കാണാൻ ഒരു ഭംഗിയായിരിക്കും, ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ആ ബട്ടർ ഒന്ന് ഇതിൻ്റെ പുറത്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ ബാക്കി ഇരിക്കുന്നതും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതെല്ലാം ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ലോണം എന്താ മൊരിഞ്ഞാണ് ഇരിക്കുന്നത്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ബൺ വെച്ചിട്ടുള്ള പപ്സ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.